ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1848. ഇന്ന് ജനുവരി മാസം 21-ാം തീയതി. ആർത്തി പിടിച്ച അത്യാഗ്രഹം മൂത്തൊരു മനുഷ്യനെ കുറിച്ച്, ഏറെ സ്വാർത്ഥനായ ഒരു മനുഷ്യനെ കുറിച്ച് ഒരു കഥയിലൂടെ ക്രിസ്തുയേശു ചിലതെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ വാരിക്കൂട്ടുകയാണ്, ശേഖരിച്ച് സൂക്ഷിക്കുകയാണ്. അതിനുവേണ്ടി നമ്മളുടെ അറപ്പുരകളൊക്കെ ഒന്നും കൂടി വിപുലമാക്കുകയാണ്. അനേക വർഷങ്ങൾ ഇനിയും ജീവിച്ചിരിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആവശ്യത്തില് അധികമുള്ളത് എന്തും സത്യത്തിൽ പിന്നീട് നമുക്ക് അനാരോഗ്യമായിരിക്കും നൽകുക. ജീവിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നതും സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്നതും തമ്മിൽ ലക്ഷ്യത്തിലും കർമ്മത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. കുളക്കോഴി തീറ്റ തേടി നടക്കുന്നതിനിടയിൽ എങ്ങനെയൊരു ധാന്യപ്പുര കണ്ടെത്തി. ഇനി മറ്റെങ്ങും തീറ്റ തേടി നടക്കേണ്ടല്ലോ എന്ന് കരുതി അതവിടെ സ്ഥിരതാമസമാക്കി. ഭക്ഷണം കുശാലായതുകൊണ്ട് നന്നായി തടിച്ചു കൊടുത്തു. ഒരു ദിവസം അത് ആകാശത്തേക്ക് നോക്കിയപ്പോൾ തന്റെ സുഹൃത്തുക്കളെല്ലാം അവിടെ പറന്നു നടക്കുന്നത് കണ്ടു. പറക്കാൻ ശ്രമിച്ചെങ്കിലും കുളക്കോഴിക്ക് പറക്കാനായിട്ട് സാധിച്ചില്ല. ചിറകടിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഒരടി പോലും ഉയരാനായില്ല. ചിറകടി ശബ്ദം കേട്ടുവന്ന വേട്ടനായ കുളക്കോഴിയെ ആഹാരവുമാക്കി. എന്താണ്, എല്ലാ വിഭവങ്ങളുമൊക്കെ വേണ്ടതാണ്, പക്ഷേ ഒന്നും ആവശ്യത്തിൽ അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ അതെല്ലാം ആപത്തായി മാറും. അതെ, പലരും ഇങ്ങനെ സമ്പാദിക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരായി ഇതിനോടകം മാറിയിട്ടുണ്ട്. എന്തായാലും ജീവിക്കാൻ വേണ്ടി സമ്പാദിച്ചേ മതിയാവും. രണ്ടിലും തമ്മിൽ കർമ്മത്തിലും ലക്ഷ്യത്തിലുമൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ജീവിതം സന്തോഷകരമാക്കാനായിട്ട് എല്ലാം ഇങ്ങനെ സംഭരിക്കണം, ശേഖരിക്കണം, സ്വന്തമാക്കണമെന്നൊന്നുമില്ല കേട്ടോ. സമ്പാദ്യത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ജീവിതത്തിന്റെ സന്തോഷ സൂചിക ഉയരുന്നുണ്ടോ? ഉപയോഗയോഗ്യമോ ഉൽപാദനക്ഷമമോ അല്ലാത്ത എല്ലാ ശേഖരണങ്ങളും പിന്നീട് ബാധ്യതയായി മാറും. ക്രിസ്തുയേശു പരിചയപ്പെടുത്തിയ ഈ മനുഷ്യനെ നമുക്കൊന്നും കൂടി അടുത്തറിഞ്ഞേ മതിയാവും. പതിയെ അത് നമ്മൾ തന്നെയല്ലേ, അയാളിലേക്ക് തന്നെയല്ലേ നമ്മളും എത്തിച്ചേരുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥനയോടുകൂടി ആമേൻ.